ഹലോ നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ നാഷണൽ ഇൻകം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതായത് ദേശീയ വരുമാനം. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ആദ്യം ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ PIBയുടെ ഒരു വെബ്സൈറ്റിൽ നമ്മളുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്ര ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. വിത്ത് 6.5% GDP ഗ്രോത്ത്, ഇന്ത്യ സ്റ്റാൻഡ്സ് ആസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമി. അതായത് നമ്മളുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 6.5%. ഈ 6.5% വളർച്ച എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു നിരയിലേക്ക് നമ്മളെ എത്തിച്ചു എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര പറയുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനോടൊപ്പം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാല് നമ്മളുടെ പ്രധാനപ്പെട്ട സ്ട്രോങ് ഡൊമസ്റ്റിക് ഗ്രോത്ത്, അത് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര വളർച്ചയാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ ഉണ്ടാവുന്ന വളർച്ചയും വികാസവുമാണ് നമ്മളെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ മറ്റൊരു വലിയ എക്കണോമിയാക്കി മാറ്റുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതായത് ആഭ്യന്തര വളർച്ച, ആഭ്യന്തര തലത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആഭ്യന്തര മേഖലയിലെ ഉൽപാദനത്തിലുണ്ടാവുന്ന വർധനമാണ് നമ്മളെ ഏറ്റവും വലിയൊരു എക്കണോമിയാക്കി മാറ്റാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ ആരാണ്? സഞ്ജയ് മൽഹോത്ര. റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആണ്. ഓക്കെ, അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിത്ത് 6.5 GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, 6.5% GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്താണ് GDP അല്ലെ? നമുക്ക് പറയാം 6.5% വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ GDP വളർച്ചാ നിരക്ക് നമ്മൾ കൈവരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ 6.5% GDP എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ എന്താണ് GDP എന്ന് പറഞ്ഞാല്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദേശീയ വരുമാനത്തിന്റെ തോതുകളാണ് ഈ GDP എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ വരുമാനത്തെ അളക്കുന്ന ചില ടേമുകളാണ് GDP, GNP, NDP, NNP, ഇങ്ങനെ പറയുന്ന കുറെ ടേമുകളുണ്ട്. അതാണ് ദേശീയ വരുമാനത്തിലെ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അത് നമുക്കിന്ന് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട്ടിന്റെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വളർച്ച, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു കുടുംബം സാമ്പത്തികമായിട്ട് ഉയരുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കുടുംബം കുറച്ചും കൂടെ വലുതായി, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയി എന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടം, അതായത് നമ്മുടെ സാമ്പത്തികം നമ്മൾ ജോലി ചെയ്തും അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്തും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തും നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന വരുമാനത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കുടുംബത്തിന്റെ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച കൈവരിച്ചു അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വരുമാനവും ഉയരണം. ആ രാജ്യത്തിന്റെ വരുമാനത്തിന് പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയും? നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് നമ്മൾ പറയും. നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം. ഇപ്പൊ നമ്മൾ കുടുംബത്തിന്റെ വരുമാനം, പിന്നെ നമ്മൾ എന്താ പറയുക? കുടുംബത്തിന്റെ വരുമാനം അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന വളർച്ച അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന നേട്ടം, അത് നമ്മൾ കുടുംബത്തിന്റെ വരുമാനം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനം. ആ ദേശീയ വരുമാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു ഡെഫിനിഷൻ തന്നെ നമുക്ക് തുടങ്ങാം. ദേശീയ വരുമാനം എന്നത് ഒരു നിശ്ചിത സമയമളവിൽ, സാധാരണയായി ഒരു സാമ്പത്തിക വർഷം, ഒരു രാജ്യത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ ഉൽപ്പന്നങ്ങളുടെയും
സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. എന്താണ് ദേശീയ വരുമാനം? ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കുറച്ച് വിശദമായിട്ട് നോക്കാം. ഒരു രാജ്യം, ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് നമ്മുടെ രാജ്യം, അല്ലെ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു നിശ്ചിത സമയളവിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തിൽ, ഒരു നിശ്ചിത സമയത്ത്, ഇപ്പൊ നമ്മൾ സാധാരണ ഈ നിശ്ചിത സമയം എന്ന് സൂചിപ്പിക്കുന്നത് ഒരു സാമ്പത്തിക വർഷം എന്നാണ് നമ്മൾ സാധാരണ നിശ്ചിത സമയം നമ്മൾ എപ്പോഴും കണക്കിലെടുക്കുന്നത്. അത് നമുക്കറിയാം, ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള കാലയളവാണ് എന്തെന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഫിനാൻഷ്യൽ ഇയർ 2025-2026 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടം എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2025 ഏപ്രിൽ 1 തൊട്ട് 2026 മാർച്ച് 31 വരെയുള്ള കാലയളവാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ആ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള കാലയളവിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തെ, ആ പണമൂല്യമാണ് കേട്ടോ മൂല്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷം 2025 ഏപ്രിൽ 1 തൊട്ട് 2026 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും എല്ലാ സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ എത്ര കാറുകൾ നിർമ്മിച്ചു? 10 ലക്ഷം കാറുകൾ. അപ്പൊ 10 ലക്ഷം കാറ് ഇൻറ്റു ഒരു കാറിന്റെ വില പ്ലസ് എത്ര സേവനങ്ങൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളുടെ സേവനങ്ങളുടെ പണമൂല്യം കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം, അവിടെ എന്തുൽപ്പന്നമാണ്? അന്തിമ ഉൽപ്പന്നമാണ്. നമ്മൾ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം എന്താണ് അന്തിമ ഉൽപ്പന്നം. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ ആ ഒരു ടേം വിട്ടുപോകരുത്. അന്തിമ ഉൽപ്പന്നം, നമ്മൾ അതിന് ഇംഗ്ലീഷിൽ ഫൈനൽ ഗുഡ്സ് എന്നാ പറയുക. ഓക്കെ, അപ്പം ഫൈനൽ ഗുഡ്സ് എന്ന് എടുത്ത് പറയാൻ കാര്യം വേറെ ഗുഡ്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ട്, അതും നമുക്ക് പറയാം. ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ദേശീയ വരുമാനം എന്ന് പറയുന്നു. സാധനങ്ങളും സേവനങ്ങളും എന്ന് പറയുമ്പോൾ അത് അന്തിമമായിരിക്കണം, അന്തിമ ഉൽപ്പന്നമായിരിക്കണം എന്ന് ഓർക്കാം. ഓക്കെ, ഇതിന് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. അപ്പൊ നമ്മള് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കണമല്ലോ. ഈ സമയത്ത് പൗരന്മാർ അവരുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ മുഖേന സമ്പാദിച്ച നിക്ഷിപ്ത വരുമാനമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു രാജ്യത്ത് ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഒരാള് അത് ഉൽപ്പാദിപ്പിക്കണം, എങ്കിലല്ലേ ഉൽപ്പാദിപ്പിക്കപ്പെടത്തുള്ളൂ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആരായിരിക്കണം? ചിലപ്പോൾ ഇന്ത്യയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു പൗരന്മാരായിരിക്കാം. അപ്പം പൗരന്മാരുടെ കേസ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു പൗരൻ, ഞാൻ എന്ന പൗരൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ന പൗരൻ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, ആ വാല്യൂയിലൂടെ അയാൾ സമ്പാദിച്ചൊരു തുക. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? വീട്ടിലൊരു ഫർണിച്ചർ ഉണ്ടാക്കുന്നു. ഞാൻ ഫർണിച്ചർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഫർണിച്ചർ നിർമ്മിക്കുന്നു. ഞാൻ കുറെ ഫർണിച്ചർ നിർമ്മിച്ചു കഴിയുമ്പോൾ ഞാൻ അതിനകത്തുനിന്ന് 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഞാൻ ഫർണിച്ചർ നിർമ്മിച്ചിട്ട് അത് വിൽക്കുന്നു. അങ്ങനെ ഞാൻ എന്ന് പറയുന്ന പൗരൻ 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? അതൊരു ദേശീയ വരുമാനമാണ്. ആ 1 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദേശീയ വരുമാനമാണ്. ക്ലിയർ? ഓക്കെ, അപ്പം മനസ്സിലായല്ലോ ദേശീയ വരുമാനം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ദേശീയ വരുമാനം എങ്ങനെയാണ് പ്രതിനിധീകരിക്കപ്പെടുന്നത്, റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പൗരനും അത് എത്ര ഏൺ ചെയ്യുന്നു അതും ദേശീയ വരുമാനമാണ്. അടുത്തത്, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഉത്തരവാദിത്വം. ഇനി ആരാണ് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ വളരെ വിശാലമായി കിടക്കുകയാണല്ലോ. പല ഒരുപാട് സ്റ്റേറ്റുകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സെക്ടേഴ്സ് ഓഫ് ബിസിനസ്, അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, സർവീസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബിസിനസ് നിൽക്കുന്ന സമയത്ത് ആരാണ് ഇവയിൽ നിന്നുള്ള വരുമാനത്തെ കാൽക്കുലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് എന്ത് കണക്കാക്കുന്നത്? ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പം എന്താണ് ദേശീയ വരുമാനം?
എന്താണ് ദേശീയ വരുമാനത്തിന്റെ റെപ്രസെന്റേഷൻ? ബേസിക്, അതായത് ഒരാൾ ഏൺ ചെയ്യുന്ന പൈസയാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആരാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓർ ഓഫീസ്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് ദേശീയ വരുമാനത്തെ കുറിച്ച് അറിയിക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ വീടുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ വീട്ടില് ഒരു നിശ്ചിത മാസം, ഒരു ജനുവരി എന്ന് പറയുന്ന മാസം, ആ മാസത്തില് മൊത്തം എത്ര രൂപ വരുന്നു നമ്മുടെ ഫാമിലിയിലേക്ക് വരും? ചിലപ്പോൾ അത് ജോലി ചെയ്തുണ്ടാകുന്ന പൈസയാകാം, ചിലപ്പോൾ കൃഷി ചെയ്ത് കിട്ടിയ സാധനങ്ങൾ വിൽക്കുമ്പോൾ പൈസയാകാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് നമ്മൾ ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടുന്ന പൈസയാകാം. ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടുന്നു. ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണെന്ന് കരുതുക നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മൾ ഒരു മാസം സമ്പാദിക്കുന്നത്. ഈ 10 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? കുടുംബത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് പോലെ ഒരു നിശ്ചിത കാലയളവിൽ ഒരു സാമ്പത്തിക വർഷം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം. ഇവിടെ സാധനവും സേവനവും എന്ന് പറയുന്നതാണ് അന്തിമ ഉൽപ്പന്നമായിരിക്കണം, ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആയിരിക്കണം എന്ന് മനസ്സിലാക്കാം. ക്ലിയർ? അടുത്ത ഭാഗത്തേക്ക് പോ. നമുക്കിനി എന്താണ് അന്തിമ ഉൽപ്പന്നം എന്ന് നോക്കാം. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു അന്തിമ ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞു. ഇനി എന്താണ് അന്തിമ ഉൽപ്പന്നം എന്ന് നോക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഉപഭോഗത്തിനായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം, ഫൈനൽ ഗുഡ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാലോ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഇഫ് ഇറ്റ് ഈസ് ഈസി ഫോർ കൺസംഷൻ, അത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അന്നേരം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? അന്തിമ ഉൽപ്പന്നം എന്ന് വിളിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഷർട്ട്, ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു ഷർട്ട്, നമ്മൾ കടയിൽ പോകുന്ന തുണിക്കടയിൽ പോകുന്ന ഷർട്ട് വാങ്ങും. ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനകത്തൊന്നും ചെയ്യാനില്ല, നമുക്കത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു അന്തിമ ഉൽപ്പന്നമാണ്. പക്ഷെ ഷർട്ട് നമ്മൾ ഒരു തുണിക്കടയിൽ പോയിട്ട് ഒരു ക്ലോത്ത് മേടിക്കുന്നു, ഒരു ഷർട്ടിനുള്ള ക്ലോത്ത് മേടിക്കുന്നു. ആ ക്ലോത്ത് എന്ന് പറയുന്നത് അന്തിമ ഉൽപ്പന്നമല്ല. കാരണം അത് നമുക്ക് കൊണ്ടുവന്നാൽ ഉടനെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. അത് കൊണ്ടുപോയിട്ട് മറ്റൊരു ടൈലറിംഗ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അത് ഷർട്ടാക്കി മാറ്റണം, എന്നെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതുപോലെ തുണി, നൂല്, നമ്മൾ ഷർട്ട് തുന്നാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഷർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ബട്ടൺ കരുതുക, അല്ലെങ്കിൽ തുണി തുന്നാൻ ഉപയോഗിക്കുന്ന നൂലിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഇതെല്ലാം എന്താണ്? നമുക്ക് നേരിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല, മറിച്ച് അത് മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് ചേർന്നെങ്കിൽ മാത്രമേ അതിന് ഉപയോഗം വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നാ പറയാം. അപ്പൊ ബട്ടൺ ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. കാരണം ബട്ടൺ എന്ന് പറയുന്നത് ഒരു ഷർട്ടിനൊപ്പം ചേർന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും ആ ഒരു ബട്ടണിന്റെ ഉപയോഗം. ബട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. മറ്റു ഉദാഹരണമാണ് നമ്മൾ പഞ്ചസാര, നമ്മൾ ഷുഗർ ഉപയോഗിക്കാറുണ്ടല്ലേ? ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ നമ്മൾ നേരിട്ട് ഒരിക്കലും കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഷുഗർ നമ്മൾ ഏതെങ്കിലും ഫുഡ് പ്രോഡക്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കുമ്പോൾ ചായയോടൊപ്പം ചേർത്താണ് നമ്മൾ ഷുഗർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഗർ അത് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല ഒരിക്കലും. സോ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. പക്ഷെ നമ്മൾ ഈ ഷുഗർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായ, ടീ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈനൽ ഗുഡ് ആണ്. കാരണം ടീ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റും, വാങ്ങിയാൽ ഉടനെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. പഞ്ചസാര ഒരിക്കലും അങ്ങനെ പറ്റില്ല. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡും ടീ എന്ന് പറയുന്നത് ഒരു ഫൈനൽ ഗുഡും. ഓക്കെ, അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷർട്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ഷർട്ടിൽ നിന്ന് നമ്മുടെ രാജ്യം എത്ര വരുമാനം ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരിക്കലും ഷർട്ടിന് 500 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 500 രൂപയായിരിക്കും നമ്മൾ ദേശീയ വരുമാനത്തിനായി എടുക്കുന്നത്. പിന്നെ മറ്റു കാര്യം മനസ്സിലാക്കാൻ, നമ്മൾ ഷർട്ടിന്റെ വാല്യൂ 500 രൂപയായിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബട്ടന്റെ കോസ്റ്റ് നമ്മൾ ഒരിക്കലും എടുക്കാറില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പം അവിടെ രണ്ട് കൗണ്ടിങ് വരുന്നില്ല. ഷർട്ടിന്റെ വാല്യൂ നമ്മൾ ദേശീയ വരുമാനത്തിലേക്ക് എടുക്കുമ്പോൾ തന്നെ അതിൽ തുണിയുടെയും അതോടൊപ്പം തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബട്ടണിന്റെയും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂലിന്റെയും ഒക്കെ വിലയും കൂടെ അതിനകത്ത് ഉൾപ്പെടും. അത് നമുക്ക് പിന്നീട് പറയാം. ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഒറ്റ കാര്യം ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ദേശീയ വരുമാനം നമ്മുടെ രാജ്യത്ത് കണക്കാക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറയുന്നത് അന്തിമ ഉൽപ്പന്നം, അതിന്റെ വാല്യൂ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഞാനൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഇവിടെ
നെല്ലെന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ടാണ്. നമ്മൾ കൃഷി ചെയ്ത് നമ്മളൊരു ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കും. ഓക്കെ. ആ ഗോതമ്പ് എന്താക്കുന്നു? നമ്മൾ പൊടിച്ചിട്ട് ഗോതമ്പ് പൊടി നമ്മൾ നിർമ്മിക്കുന്നു. ഓക്കെ. ആ ഗോതമ്പ് പൊടിയിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? ബ്രെഡ് ഉണ്ടാക്കുന്നു. ആ ഒരു പ്രോസസ്സ് നോക്കിയേ. കൃഷി ചെയ്യുന്നു, കൃഷി ചെയ്തിട്ട് നമ്മൾ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു. ആ നെല്ല് കൊണ്ടുപോയി പൊടിച്ചിട്ട് പൊടിയാക്കി അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഒക്കെ ഉണ്ടാക്കുന്നു. ആ ഗോതമ്പൊടിയിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇൻപുട്ടായ നെല്ലും അല്ലെങ്കിൽ ഗോതമ്പും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും നമുക്ക് നേരിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. മറിച്ച് ആ ഇന്റർമീഡിയറ്റ് ഗുഡായ വീറ്റ് വെച്ചുണ്ടാക്കുന്ന ബ്രെഡ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. സോ അവിടെ ബ്രെഡ് എന്ന് പറയുന്നതാണ് എന്ത്? ഫൈനൽ ഗുഡ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? സെറ്റാണ്. അതാണ് ഫൈനൽ ഗുഡ്. ആ ഫൈനൽ ഗുഡിന്റെ വാല്യൂ മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂ എന്ന് ഓർക്കുക. ക്ലിയർ? ഓക്കെ, നമുക്ക് ചെറിയ ഫാക്ടേഴ്സ് നോക്കാം. ഉയർന്ന ദേശീയ വരുമാനം സൂചിപ്പിക്കുന്ന എന്തിനാണ്? രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റം. അത് നമ്മൾ മുമ്പേ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞായിരുന്നു, ഇല്ലേ? 6.5 6.5% GDP ഗ്രോത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ GDP ഗ്രോത്തിലൂടെ നമ്മൾ എന്തായിട്ട് മാറുന്നു? ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമി ആയിട്ട് മാറുന്നു. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ വന്നിരിക്കുന്ന സൂചനയാണ് 6.5% GDP വളർച്ച. GDP എന്ന് വെച്ചാൽ ഒരു ദേശീയ വരുമാനം. അപ്പൊ ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം വളരുന്നതനുസരിച്ച് ആ രാജ്യം സാമ്പത്തികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അടുത്തത്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളമാണെന്ന് കണ്ടെത്തുന്നതും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാവുന്നതാണ്. ഓക്കെ. ഈ നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനമാണ്. ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു രാജ്യം എത്രത്തോളം വളർന്നു എന്ന് മനസ്സിലാക്കാൻ എന്ത് പറ്റും? ദേശീയ വരുമാനത്തിലൂടെ നമുക്ക് പറ്റും. മറ്റൊരു കാര്യം, ഒരു രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക ശേഷിയുമായിട്ട് താരതമ്യം ചെയ്യുന്നതിനും എന്തുപയോഗിക്കാറുണ്ട്? നാഷണൽ ഇൻകം ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ GDP ഉണ്ടായ വളർച്ച എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ GDP ആയിട്ട് താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ രാജ്യം വികസനത്തിന്റെ പാതയിലാണോ അല്ലെങ്കിൽ നമ്മൾ പിന്നാക്കാവസ്ഥയിലാണോ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരു കമ്പയർ ചെയ്യുന്നതിനുള്ള ഒരു ഫാക്ടറായിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്? നാഷണൽ ഇൻകം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എത്തി എന്ന് മനസ്സിലാക്കുന്നതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ GDP ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കാം. ദേശീയ വരുമാനം ലഭിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കാർഷിക മേഖലയെ കുറിച്ച് നമ്മൾ നോക്കാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. വ്യവസായ മേഖലയുണ്ട്, സേവന മേഖലയുണ്ട്. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 3 മേഖലകളിൽ നിന്നുള്ള വരുമാനമാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ദേശീയ വരുമാനത്തിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. ഇനി നമ്മൾ എപ്പോഴും ദേശീയ വരുമാനത്തെ കുറിച്ച് കുറച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില ടേമുകളുണ്ട്. നമ്മൾ ദേശീയ വരുമാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇനി ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ചില ടേമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ ടേമിന്റെ യഥാർത്ഥ ഒരു മീനിങ് എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിപ്പോ. ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാറുണ്ട്, നമ്മൾ പലതരത്തിലുള്ള ദേശീയ വരുമാനം പഠിക്കുമ്പോൾ നമ്മൾ അതെല്ലാം ഉപയോഗിക്കാറുണ്ട്. സാമ്പത്തിക പ്രദേശം അല്ലെങ്കിൽ ഭൂപ്രദേശം എന്ന് പറയാം. അതായത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു സാമ്പത്തിക പ്രദേശത്ത് ഉത്പാദിപ്പിക്കപ്പെട്ട, ഇങ്ങനെയൊക്കെ നമ്മൾ ചില ടേമുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ടേമുകൾ വെറുതെ ഉപയോഗിക്കുന്നതല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വ്യാപ്തിയുണ്ട്. ആ വ്യാപ്തി നമുക്ക് എന്താന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഭൂപ്രദേശമെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രദേശമെന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മൾ ഇംഗ്ലീഷിൽ എക്കണോമിക് ടെറിട്ടറി എന്ന് പറയുന്നത്, എക്കണോമിക് ടെറിട്ടറി, ഇന്ത്യയുടെ എക്കണോമിക് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ടെറിട്ടറിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, എന്തൊക്കെയാണ് ഉൾപ്പെടാത്തത് എന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാന്ന് നോക്കാം. സാമ്പത്തിക പ്രദേശം, ഇന്ത്യയുടെ കേസ് വെച്ച് നമുക്ക് പറയാം. ഇത് ഇന്ത്യയുടെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ജോഗ്രഫിക്കൽ ടെറിട്ടറി, പൂർണ്ണമായിട്ടും സാമ്പത്തിക പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിന്റെ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശത്തെയാണ് നമ്മൾ സാമ്പത്തിക പ്രദേശം എന്ന് പറയുന്നത്.
അപ്പൊ നമ്മളൊരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആരായിരിക്കണം കൺട്രോൾ ചെയ്യേണ്ടത്? ഗവൺമെന്റ് ആയിരിക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം കൺട്രോൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലാണ് സാധനങ്ങളും മൂലധനവും സ്വതന്ത്രമായി വിതരണം ചെയ്യപ്പെടുന്നത്. ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ മൂലധനം സ്വതന്ത്രമായി വിനിയോഗിക്കപ്പെടണം. അതായത് മൂലധനം എപ്പോഴാണ് നമ്മൾ വിനിയോഗിക്കുന്നത്? നമ്മൾ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോഴാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നതിന്റെ ആവശ്യകത ഉണ്ടാവുന്നത്. അങ്ങനെ മൂലധനം കൃത്യമായി വിതരണം ചെയ്യപ്പെടാൻ പറ്റണം. അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും കൃത്യമായിട്ട് വിതരണം ചെയ്യപ്പെടാൻ കഴിയണം. ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ട് സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യപ്പെടുകയും മൂലധനം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്ന, റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീലങ്ക എടുക്കുക, ഒന്ന് കൺസിഡർ ചെയ്യുക. ശ്രീലങ്ക ഒരു ടെറിട്ടറിയാണ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ടെറിട്ടറിയാണ്. പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട്, അവിടെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലല്ല. രണ്ടാമത്തെ കാര്യം, അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സാധനവും സേവനവും കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ പറ്റില്ല. അല്ലെ? അപ്പൊ നമ്മുടെ എക്കണോമിക് ടെറിട്ടറി ആണോ ശ്രീലങ്ക? അല്ല. അപ്പൊ മൂന്ന് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കുക. ആ ടെറിട്ടറി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലായിരിക്കണം. രണ്ടാമത്തത്, അവിടെ ഫ്രീ ആയി സാധനങ്ങളും സേവനങ്ങളും ട്രേഡ് ചെയ്യാൻ പറ്റണം. മൂലധനം സ്വതന്ത്രമായി വിതരണം ചെയ്യാൻ പറ്റണം. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക പ്രദേശമാണ്. ഓക്കെ, നമുക്കിനി ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള, ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നോക്കാം. ശ്രദ്ധിക്കാം. ഇന്ത്യയിലുള്ള വിദേശ എംബസികൾ ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രദേശത്തിന്റെ ഭാഗമല്ല. ഇപ്പൊ നമ്മൾ നോക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, നമ്മൾ പറഞ്ഞത് ഇന്ത്യ, ഇതാണ് ഇന്ത്യ ടെറിട്ടറി കരുതുക. നമ്മൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇന്ത്യ എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഇന്ത്യയുടെ ഭൂപ്രദേശത്തിനുള്ളിൽ ഇവിടെ നമ്മൾക്ക് US ഒരു എംബസി സ്ഥിതി ചെയ്യുന്നുണ്ട് കരുതുക. അതായത് US എംബസി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഇന്ത്യയിലല്ലേ സ്ഥിതി ചെയ്യുന്നത്, പക്ഷേ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ അധികാര പരിധിയിലല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശമല്ല US എംബസി എന്ന് പറയുന്നത്. ഒന്നാമത്തെ എക്സെപ്ഷൻ ആണ് പറയുന്നത്. ഇന്ത്യ ടെറിട്ടറിയിൽ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്, പക്ഷെ അത് ഇന്ത്യയുടെ അധികാര പരിധിയിലല്ല US എംബസി എന്ന്. ഓക്കെ, എന്നാൽ വിദേശത്തുള്ള ഇന്ത്യൻ എംബസികൾ ആന്തർഘടക സാമ്പത്തിക പ്രദേശത്തിന്റെ ഭാഗമാണ്. അതേസമയം നമ്മൾ US നോക്കിക്കഴിഞ്ഞാല് US ഒരു ഇന്ത്യൻ എംബസി സ്ഥിതി എന്ന് വിചാരിച്ചു. ഇത് ഇന്ത്യയുടെ പ്രദേശമാണ്, ഇന്ത്യയുടെ ടെറിട്ടറിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന US ആലോചിക്കുക. അതായത് അമേരിക്കയിലെ USA സ്ഥിതി ചെയ്യുന്ന US ടെറിട്ടറിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെറിട്ടറിയാണ്. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ രാജ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന US എംബസി എന്ന് പറയുന്നത് US അധീന പ്രദേശമാണ്, ഇന്ത്യയുടെ അധീന പ്രദേശമല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കരുത് ഇന്ത്യയുടെ മാപ്പിനുള്ളിലുള്ളതാണ് എങ്കിൽ ഇന്ത്യയുടെ ആണ് എന്ന് കരുതരുത്. ഓക്കെ, അതുപോലെ പൊളിറ്റിക്കൽ ടെറിട്ടറി എന്ന് പറയുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ ടെറിട്ടറി അതായത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ അതിരുകൾക്കുള്ളിലെ പ്രദേശം, അതിന്റെ സമുദ്ര പരിധികൾ ഉൾപ്പെടെ. പിന്നെ അതുപോലെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ടെറിട്ടറിയാണ്, നമ്മൾ ഈ അതിർത്തിക്കുള്ളിൽ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന സമുദ്ര പ്രദേശവും നമ്മുടെ പൊളിറ്റിക്കൽ ടെറിട്ടറിയാണ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത കപ്പലുകളും വിമാനങ്ങളും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തെ വ്യക്തികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പലുകളും, നമ്മുടെ ഇന്ത്യൻ പതാക അടിച്ച, ഇന്ത്യൻ ഫ്ലാഗ് ഉള്ള ഇന്ത്യൻ കപ്പൽ മറ്റൊരു രാജ്യത്തിന്റെ സമുദ്ര പരിധികളിലോ വ്യോമപരിധികളിലോ പ്രവർത്തിച്ചാലും അത് ഇന്ത്യയുടെ ആണ്, ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ശ്രദ്ധിക്കുക, ഇപ്പൊ ഇത് ദുബായ്, ഓക്കെ, ഇത് സിംഗപ്പൂർ. ഓക്കെ, അതായത് ദുബായിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഒരു ഷിപ്പ് പോവാണ്. ആ ഷിപ്പ് ഇന്ത്യയുടെ ആണ് എന്ന് കരുതുക. ഓക്കെ, അത് ദുബായ് നിന്നും ഒരു ഷിപ്പ്, ഇന്ത്യൻ ഷിപ്പ് ദുബായിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ക്യാരി ചെയ്ത് നേരെ സിംഗപ്പൂരിൽ എത്തിച്ചു. അവിടെ ഇത് ഇന്ത്യൻ കപ്പലാണെന്ന് ഓർക്കുക, ഇന്ത്യൻ ഷിപ്പാണെന്ന് ഓർക്കുക, ഇന്ത്യൻ ഷിപ്പ് പോകുന്നു. അപ്പം ഈ ഷിപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വരുമാനം, ബിക്കോസ് അത് ഇന്ത്യൻ ടെറിട്ടറിയാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അപ്പം
ഇന്ത്യൻ നിവാസികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കപ്പൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ വേറൊരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി. Clear. അതുപോലെ തന്നെ എംബസി, ഞാൻ കുറച്ച് പറഞ്ഞില്ല, എംബസി, കോൺസുലേറ്റ്, സൈനിക സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ ഏതെങ്കിലും സൈനിക സ്ഥാപനം വിദേശ രാജ്യങ്ങളിലുള്ള ഈ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇന്ത്യൻ എംബസി അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ സ്ഥിതി ചെയ്യുമെങ്കിലും ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ ഭാഗമാണ്. കോൺസുലേറ്റ് അത് വേറൊരു രാജ്യത്താണെങ്കിലും അത് ഇന്ത്യയുടെ ഭാഗമാണ്. സൈനിക സ്ഥാപനങ്ങൾ, ഇപ്പൊ നേവൽ ബേസ് ഒക്കെ വേറെ രാജ്യത്തുണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യയുടെ ഭാഗമാണ്. അടുത്തത് മത്സ്യബന്ധന കപ്പലുകൾ, എണ്ണ റിഗുകൾ, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ, അന്താരാഷ്ട്ര ജലപരിധികളിൽ രാജ്യത്തെ നിവാസികൾ ഓപ്പറേറ്റ് ചെയ്യുന്നവ, അവയ്ക്ക് പ്രവർത്തനത്തിന് പ്രത്യേകം അവകാശമുള്ള പ്രദേശങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ വാട്ടർ ടെറിട്ടറിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളാണെങ്കിലും ശരി, ഫ്ലൈറ്റുകളാണെങ്കിലും ശരി, എല്ലാം എന്തിന്റെ ഭാഗമാണ്? ഇന്ത്യയുടെ ടെറിട്ടറിയുടെ ഭാഗമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ചിലപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഇനി നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശം അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം. ഇതിൽ ഏതെങ്കിലും എക്സാമ്പിൾ വന്നിട്ടാണെങ്കിൽ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ എഴുതാതെ പോരുത്. അതുകൊണ്ടാണ് ഏതാണ് ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശം, ഏതാണ് ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശം അല്ലാത്തത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഇത്രയും തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന കാര്യമാണ് ഘടകച്ചെലവ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഘടകച്ചെലവ്? ഘടകച്ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് അതിന്റെ ഒരു സ്ഥാപനം നമ്മൾ വരികയാണ്, ഒരു ഫാക്ടറി. ആ ഫാക്ടറി ഫാക്ടറി എന്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും ആ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ഉൽപാദന ഘടകങ്ങൾക്ക് ആകുന്ന ചെലവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഘടകച്ചെലവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാല് അവിടെ ചില ഫാക്ടേഴ്സ് വേണം. അതിനെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഘടകങ്ങൾ ആവശ്യമാണ്. ആ ഘടകങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ സിംപ്ലി സെൽ എന്ന് പറയാം. സെല്ല്, CELL, സെല്ല്. അപ്പൊ സെല്ല് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, സെല്ലാണ് ഒരു അടിസ്ഥാന ഘടകം. സെല്ലില്ലാതെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെല്ല് വേണം. എന്തിന്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ എന്താണ് ഈ സെല്ലെന്ന് നോക്കാമല്ലോ. അതായത് ക്യാപിറ്റൽ, C ഫോർ ക്യാപിറ്റൽ, E ഫോർ ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, അടുത്ത L ഫോർ ലേബർ അല്ലെങ്കിൽ ലാൻഡ്. ഇതാണ് സെൽ എന്ന് പറയുന്നത്. ഈ സെല്ല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റൂ. ഈ സെല്ലിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സെല്ലെന്ന് ഞാൻ പറഞ്ഞത് മെമ്മറൈസ് ചെയ്യാൻ ഒരു കോഡായിട്ട് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ വേണം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ എന്ന് മനസ്സിൽ വന്ന സെല്ലിന്റെ C എന്ന് പറയുന്നത് ക്യാപിറ്റൽ, E ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് L ഫോർ ലേബർ ആൻഡ് L ഫോർ ലാൻഡ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർന്നിട്ട് ഒരുമിച്ച് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ സംഘാടന, അതായത് നമുക്ക് മൂലധനം ആവശ്യമാണ്, തൊഴിലാളികൾ ആവശ്യമാണ്, അതായത് ലേബർ ആവശ്യമാണ്, ദെൻ ലാൻഡ്, നമുക്ക് ഫാക്ടറി പ്രവർത്തിക്കാൻ ആവശ്യമായ ഭൂമി ആവശ്യമാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചേർന്നെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ ഇത്രയും ഫാക്ടേഴ്സിന് നമ്മൾ എത്ര രൂപ ചെലവാകുന്നു അതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതിനാണ് നമ്മൾ ഘടകച്ചെലവ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ലാൻഡ് വാങ്ങാൻ ചിലപ്പോൾ നമുക്കൊരു 10 ലക്ഷം രൂപയായി. 10 ലക്ഷം പ്ലസ് ലേബർ, തൊഴിലാളികൾക്കെല്ലാം കൂടെ ശമ്പളം നമ്മളൊരു 20 ലക്ഷം കൊടുത്തെങ്കിൽ 20 lakhs പ്ലസ് ഓണ്ടർപ്രണർഷിപ്പ്, അതായത് സംഘാടനം, അതിന് ആവുന്ന പൈസ എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം രൂപ എന്ന് കരുതുക. ദെൻ ക്യാപിറ്റൽ, മൂലധനം ഒരു 50 ലക്ഷം എന്ന് കരുതുക. അപ്പൊ 10ഉം 20ഉം 30ഉം 40ഉം 40 90 ലക്ഷം രൂപ. അതാണ് നമ്മൾ ഇതിന്റെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഘടക ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് എന്തൊക്കെ അതിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്, അതിന് ചിലവാകുന്ന തുക എത്രയാണെന്ന് കൂട്ടിയെടുക്കുന്നതാണ് ഘടക ചെലവ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം നിർമ്മിക്കുന്നതിനുള്ള ചെലവാണ് ഘടക ചെലവ്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ നമ്മള് ഉദാഹരണത്തിന് നമ്മളൊരു സോപ്പ് കമ്പനി തുടങ്ങിയെന്ന്. ഇപ്പൊ സോപ്പ് കമ്പനി നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ സോപ്പ് നിർമ്മിക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? സോപ്പിനെ നമുക്ക് നിർമ്മിക്കാൻ ആവശ്യമായ തൊഴിലാളിയെ വേണം. സോപ്പ് നിർമ്മാണ കമ്പനിക്ക് ഒരു എന്ത് വേണം? ക്യാപിറ്റൽ വേണം, അതായത് അതിന്റെ മൂലധനം എന്ന് പറയും. പിന്നെ ലേബർ, തൊഴിലാളികൾ വേണം, അവർക്ക് ശമ്പളം കൊടുക്കണം. പിന്നെ ഒരു സംഘാടകൻ വേണം, ഓണ്ടർപ്രണർഷിപ്പ് ആവശ്യമാണ്. ഇതിനെല്ലാം കൂടെ നമുക്ക് ആ സോപ്പ് നിർമ്മിക്കാൻ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ ഒരു ചെലവ് വരും. ആ ചെലവിനാണ് ഘടക ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഘടക ചെലവിൽ പരോക്ഷ നികുതി ഉൾപ്പെടുന്നില്ല. അതിനകത്ത് എന്ത് വരുന്നില്ല? പരോക്ഷ നികുതി ഒന്നും അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നികുതി ആഡ് ചെയ്യുന്നത് ഘടക ചെലവിനോടൊപ്പമാണ് ടാക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഘടക ചെലവിനകത്ത് ടാക്സ് ഇല്ല, ഘടക ചെലവിനോടൊപ്പം ടാക്സ് ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ പ്രൈസ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഘടക ചെലവിൽ പരോക്ഷ നികുതി ഉൾപ്പെടുന്നില്ല. ഫാക്ടർ കോസ്റ്റിനകത്ത് എന്തില്ല? ടാക്സ് ഇല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ ലഭിക്കുന്ന സബ്സിഡികൾ ഉൾപ്പെടുന്നു. പക്ഷെ ഇതിനകത്ത് സബ്സിഡി ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊരു സ്ഥാപനം, ഞാനിപ്പോ ഉദാഹരണത്തിന് ഒരു ഖാദിയുടെ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഖാദിയുടെ ഒരു വസ്ത്രങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു വസ്ത്രങ്ങളുടെ ഒരു കമ്പനിയെ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഖാദി പ്രൊഡക്റ്റ് ആണ് എനിക്ക് അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. ഇപ്പൊ ഖാദി എന്ന് പറയുന്നത് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഗവൺമെന്റ് പറയുന്നത് കൂടുതൽ പേരും ഖാദി ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് ഖാദി പ്രൊഡക്റ്റിന് സ്വാഭാവികമായിട്ടും സർക്കാർ എന്ത് കൊടുക്കാറുണ്ട്? സബ്സിഡി കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഖാദി വസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുണി വാങ്ങാൻ ഞാൻ പോകുമ്പോൾ ഗവൺമെന്റ് പറയും സബ്സിഡി തരാം, ഒരു 10% സബ്സിഡി തരാം, നിങ്ങൾ ഇതുപോലൊരു കമ്പനിയിലെ തുടങ്ങുന്നത്. ഇപ്പൊ ഖാദി പ്രൊഡക്റ്റിന് സബ്സിഡി കിട്ടാറുണ്ട്. ഇപ്പൊ 100 രൂപയുടെ സാധനത്തിന് ഞാൻ ചിലപ്പം 50 രൂപ കൊടുക്കുള്ളൂ. 100 രൂപയ്ക്ക് എനിക്കൊരു തുണി മേടിക്കണം, ഖാദിയുടെ ഒരു തുണി വാങ്ങണം. അപ്പൊ തുണി മേടിക്കാൻ 50 രൂപ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര കൊടുക്കും? 40 കൊടുക്കും, 10 രൂപ സർക്കാരും കൊടുക്കും. അപ്പം 50 രൂപയാണ് അതിന്റെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് 10 രൂപ സബ്സിഡിയാണ്. അപ്പം ഫാക്ടറി കോസ്റ്റിനകത്ത് എന്ത് വരുന്നുണ്ട്? സബ്സിഡി വരുന്നുണ്ട്. ഫാക്ടറി കോസ്റ്റിനകത്ത് ടാക്സ് വരുന്നില്ല. രണ്ടും ഓർത്ത് വെച്ചോളാം, രണ്ടും പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ. അപ്പൊ ഫാക്ടറി കോസ്റ്റിൽ ടാക്സ് ഇല്ല, ഫാക്ടറി കോസ്റ്റിൽ എന്തുണ്ട്? സബ്സിഡി ഉണ്ട്. ക്ലിയർ? ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഇതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? മറ്റൊരു ടേമാണ് വിപണി വില. നമ്മളതിനെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പേരും പറയുന്നുണ്ട് കമ്പോള വില എന്നും പറയാറുണ്ട്. കമ്പോള വില എന്ന് പറയാറുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വിപണി വില അല്ലെങ്കിൽ കമ്പോള വില എന്താണെന്ന് നമുക്ക് നോക്കാം. വിപണി വില അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ കമ്പോള വില എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവ് ഉൽപ്പന്നം വാങ്ങുമ്പോൾ വിൽപ്പനക്കാരന് നൽകുന്ന വിലയാണ് കമ്പോള വില അല്ലെങ്കിൽ വിപണി വില എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ MRP നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? MRP എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ചിലപ്പോൾ 50 രൂപ എന്നായിരിക്കും കാണും. ഓക്കെ. ചിലപ്പം നമ്മൾ 50 രൂപ കൊടുക്കുന്നു, അപ്പം അയാൾ പറയും ഇത് 49 രൂപ ഉള്ളൂ, അല്ലെങ്കിൽ 49 രൂപ തന്നാൽ മതി എന്ന് പറയും. ഓക്കെ, അവിടെ 49 എന്ന് പറയുന്നതാണ് അതിന്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത്. MRP എന്ന് പറയുന്നത് 50 രൂപയാണ്. ബട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ഓക്കെ, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 രൂപയാണ്. പക്ഷെ അത് വിൽക്കപ്പെടുന്ന വില എത്ര? 49. ആ 49 ആ വസ്തുവിന്റെ വിപണി വില അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം വിപണിയിൽ വിൽക്കപ്പെടുന്ന വിലയാണ് വിപണി വില. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 50 രൂപയുടെ പ്രൊഡക്റ്റ്, MRP 50 രൂപയുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കപ്പെട്ട 49 രൂപയ്ക്കാണ്. ആ 49 ആ പ്രൊഡക്റ്റിന്റെ കമ്പോള വില. വിപണി വിലയിൽ പരോക്ഷ നികുതികൾ ഉൾപ്പെടുന്നു, വിൽപ്പന വിലയിൽ ചേർക്കപ്പെടുന്നതിനാണ്. കൂടാതെ ലഭിക്കുന്ന സബ്സിഡികൾ ഒഴിവാക്കപ്പെടുന്നു, വിൽപ്പന വിലയിൽ നിന്ന് കുറയ്ക്കുന്നതിനാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപയാണ്. ദാറ്റ് ഇസ്
മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ഈ മാക്സിമം റീറ്റെയിൽ പ്രൈസിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ട് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. അതായത് ഈ 50 രൂപയ്ക്കകത്ത് എന്തുമുണ്ട്, ടാക്സ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കും. അതായത് 50 രൂപയിൽ ടാക്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ കമ്പോള വില എന്ന് പറയുന്നത്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ 50 രൂപയാകാം, 49 രൂപയാകാം, 49 എന്ന് തന്നെ കരുതിക്കോളും. ഓക്കെ. അപ്പം ഈ 49-നകത്തും എന്തടങ്ങിയിട്ടുണ്ട്, ടാക്സ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. മാർക്കറ്റ് പ്രൈസിൽ ടാക്സ് ഉൾപ്പെട്ടിട്ടുണ്ട്, കൂടാതെ സബ്സിഡികൾ ഒഴിവാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. ക്ലിയർ? കാരണം സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയാണ്, അപ്പൊ അതിനകത്ത് സബ്സിഡി ഒഴിവാക്കപ്പെടുന്നുണ്ട്. ക്ലിയർ? അപ്പൊ മാർക്കറ്റ് വിലക്കകത്ത് ടാക്സ് ഉണ്ട്. ഇനി മാർക്കറ്റ് വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങുന്ന വിലയ്ക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ കമ്പോള വില, അതുമല്ലെങ്കിൽ വിപണി വില. ക്ലിയർ? അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ നമ്മൾ ചിലപ്പോ ഇത് വരും, ഈ ഒരു ടേം നിങ്ങൾക്ക് വരും, കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം, അതിന് വേണ്ടി പറഞ്ഞാണ്. അപ്പൊ വിപണി വില എന്താണെന്ന് മനസ്സിലാക്കി, ഘടകച്ചെലവ് എന്താണെന്ന് മനസ്സിലാക്കി, ദെൻ നമ്മളുടെ എക്കണോമിക് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പലതരം നാഷണൽ ഇൻകം, അത് നമ്മുടെ ദേശീയ വരുമാനം പല തരത്തിലുണ്ട്. ആ ഓരോ തരവും നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടു പോകാം. ഓക്കെ, ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ഇൻകത്തിനകത്തിലെ ഒന്നാമത്തെ കോൺസെപ്റ്റ് ആണ് GDP. GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP എന്നാണ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. നമുക്ക് എന്താ നോക്കാം. GDP എന്നത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അവസാന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വരുന്ന വിപണി മൂല്യമാണ്. നമ്മളെന്താ പറഞ്ഞ പോലെ, ഒരു രാജ്യത്തിന് ഉള്ളിൽ, നമ്മുടെ രാജ്യത്തിന്റെ ടെറിട്ടറി, നമ്മുടെ രാജ്യത്തിന്റെ ടെറിട്ടറി എന്ന് ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ്, നമ്മുടെ രാജ്യത്തിനുള്ളിലെ ടെറിട്ടറിയൽ ഏരിയ ആകാം, സമുദ്രത്തിന് ഉള്ളിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ അധികാര പരിധിയിലുള്ള, ഇപ്പൊ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കൺട്രോളിലായിരിക്കണം. അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് മൂലധന വിതരണം വളരെ ഈസി ആയിട്ട് നടപ്പാക്കാൻ കഴിയണം. അത്തരത്തിലുള്ള പ്രദേശമാണ് നമ്മൾ സാമ്പത്തിക അല്ലെങ്കിൽ ഇന്ത്യയുടെ ടെറിട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസാന ഉൽപ്പന്നങ്ങൾ, അതായത് ഫൈനൽ ഗുഡ്സ്, ആ ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് GDP എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ആ ഒരു ടെറിട്ടറിക്കുള്ളിൽ. ഓക്കെ, ഇതൊരു നിശ്ചിത കാലയളവിനായി കണക്കാക്കപ്പെടുന്നു. അപ്പൊ GDP എന്താണെന്ന് മനസ്സിലായി, ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ മൂല്യമാണ് GDP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത കാലയളവിലെ GDP എന്ന് പറയുന്നത്, ചിലപ്പോൾ 2025-26 സാമ്പത്തിക വർഷം, ആ സാമ്പത്തിക വർഷത്തെ GDP എന്ന് പറയും. ചിലപ്പം അർദ്ധവാർഷികമായിട്ട് നമ്മൾ പറയും, ഹാഫ് ഇയർലി നമ്മൾ പറയാറുണ്ട് GDP, അതുപോലെ ക്വാർട്ടർലി പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കാൽക്കുലേഷൻ ആണ് നമുക്ക് GDP വരുന്നത് എന്ന് മനസ്സിലാക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ അവസാന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മാത്രം ഉൾപ്പെടുന്നു, ഇടനില ഘടകങ്ങൾ ഉൾപ്പെടുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ, നമ്മൾ ഷർട്ടിന്റെ വാല്യൂ നമ്മൾ എടുക്കും, ബട്ട് ആ ഷർട്ട് നിർമ്മിക്കാൻ എടുക്കുന്ന ബട്ടന്റെ വില നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഷർട്ട് നിർമ്മിക്കാൻ എടുത്ത തുണിയുടെ വില നമ്മൾ എടുക്കാറില്ല. പകരം ആ ഷർട്ടിന്റെ വാല്യൂ എത്രയാണ്, അതാണ് എന്തിൽ വരുന്നത്, GDP വരുന്നത്. അതായത് GDP എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ആണ് GDP വരുന്നത്. ഇതില് എന്തില്ല, ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഗുഡ്സിന്റെ പ്രൈസ് നമ്മൾ എടുക്കത്തില്ല, പകരം ഫൈനൽ ഗുഡ്സിന്റെ മാത്രമേ നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉള്ള ഉൽപാദനം മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ. മറ്റൊരു കാര്യം, ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്, GDP എടുക്കുമ്പോൾ ഡൊമസ്റ്റിക് ആണ്, അതായത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പരിധി, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ടെറിട്ടറി എത്രയാണോ ആ ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മാത്രമേ നമ്മൾ GDP പറയാറുള്ളൂ. അപ്പൊ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, രാജ്യത്തിന്റെ ടെറിട്ടറിക്കുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയാണ് GDP എടുക്കുന്നത്.
അന്തിമ ഉൽപ്പന്നത്തിന്റെ വിലയാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇടനില ഉൽപ്പന്നങ്ങളുടെ, അതായത് ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വില നമ്മൾ എടുക്കില്ല എന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, പലതരത്തിൽ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതെല്ലാം നമ്മൾ നേരിടണം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രതിവർഷ ശതമാനമാറ്റം കണക്കാക്കാൻ GDP ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ന്യൂസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് 6.5% GDP ഗ്രോത്ത് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ, ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6.5%. അതായത് GDP എപ്പോഴും എങ്ങനെയാ പറയാ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രതിവർഷ ശതമാനമാറ്റം, അതായത് GDP ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, ഇന്നത്തെ വളർച്ച 2025 വളർച്ച ഇത്രയാണ്, 2026 വളർച്ച ഇത്രയാണ്, ഇത്ര ഉയർന്നു, ഇത്ര ശതമാനം ഉയർന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് GDP ആണ്. ഇത്ര ശതമാനം GDP വളർന്നു, 5% GDP വളർന്നു, 5% വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2025 നമ്മളുടെ GDP 100 രൂപയാണെന്ന് കരുതുക. ഉദാഹരണത്തിന് 2026 ആയപ്പോഴത്തേക്ക് നമ്മുടെ GDP 106 എത്തിയെന്ന് വിചാരിക്കാം. 2025 നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയാണ്. 2026 എത്തിയപ്പോഴത്തേക്ക് എത്ര വന്നു? 106 വന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റാം 100-ൽ നിന്ന് 106 ആയി. അതായത് 6% വളർന്നു, 6% GDP വളർന്നു. അതായത് ശതമാന വളർച്ച, അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക വളർച്ച നമ്മൾ ശതമാന മാറ്റത്തിൽ പറയാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? GDP ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതൊരു സംഖ്യാപരമായ അളവാണ്, ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. GDP എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ഇതൊരു ഫിഗർ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സാമ്പത്തിക വളർച്ചയെ നമ്മൾ പലതരത്തിൽ പറയാറുണ്ട് അല്ലെ. നമ്മള് ഒരുപാട് റോഡ്, റെയില്, ബ്രിഡ്ജസ് പണിയുമ്പോൾ നമ്മൾ പറയാം രാജ്യം ഡെവലപ്പായി, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു, സാമ്പത്തിക വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റൽസ് കിട്ടുമ്പോൾ നമ്മൾ പറയണം നമ്മൾ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഒരു തരത്തിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടുമ്പോൾ നമ്മൾ പറയാൻ പറ്റും നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എയർപോർട്ടുകൾ പണിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്. അത് ക്വാളിറ്റിയാണ്. ആ ഒരു വളർച്ചയിലൂടെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച്. ഇവിടെ GDP ഉണ്ടാകുന്ന വെച്ചാൽ ഒരു ഫിഗർ ആണ്. GDP എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി ആണ്. ആ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. സോ GDP ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. അതായത് ഒരു രാജ്യത്തിന്റെ ആന്തരിക സാമ്പത്തിക ശക്തിയെ കുറിച്ചുള്ള ധാരണ GDP തരുന്നുണ്ട്. നമ്മുടെ രാജ്യം ഡൊമസ്റ്റിക്കലി നമ്മൾ എത്രത്തോളം പവർഫുൾ ആണ് എന്ന് പറയാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? GDP ഉപയോഗിക്കാറുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങൾ ഓർക്കുക. GDPയുടെ മെഷർമെന്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പ്രതിവർഷം നമ്മൾ ഇത്ര ശതമാനം വളർന്നു എന്ന് പറയാൻ, ഓരോ വർഷവും നമ്മൾ ഇത്ര ശതമാനം വെച്ച് വളർന്നു എന്ന് പറയാൻ GDP ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് സ്ട്രെങ്ത്, നമ്മുടെ ആഭ്യന്തരമായിട്ട് നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് പറയാനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? GDP ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GDP എന്താണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്, ഒരു സംഖ്യാപരമായ അളവാണ് എന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ കുറിച്ച് എന്ത് പറയുന്നില്ല? GDP പറയുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഇത്ര ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇത്ര ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി GDP വെച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ GDP ഹൈ ആയി എന്ന് വെച്ച് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെ ക്വാളിറ്റി കൂടണമെന്നില്ല. എണ്ണം കൂടാം, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സാധനങ്ങളുടെ എണ്ണം കൂടാം GDP കൂടുമ്പോൾ, ബട്ട് ആ സാധനങ്ങളുടെ ക്വാളിറ്റി കൂടണമെന്നില്ല. അടുത്ത പോയിന്റ് നോക്കിയോ, IMF അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണ്യനിധി, ലോക ബാങ്ക്, വേൾഡ് ബാങ്ക് അവരുടെ അംഗരാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? GDP ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ IMF എടുക്കുകയാണെന്നുണ്ടെങ്കിൽ IMF ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഒരുപാട് രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് IMF എന്ന് പറയുന്നത്. അപ്പൊ IMF അവിടെ അംഗരാജ്യങ്ങള് സാമ്പത്തികമായിട്ട് എത്രത്തോളം ശക്തമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ GDP എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉപയോഗിക്കാറുണ്ട്. GDP എന്ന് പറയുന്ന മെഷർമെന്റ് ഉപയോഗിച്ചിട്ട് IMF പറയാറുണ്ട് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? ഇന്ന് 6.5 വളർച്ചയാണ്.
അല്ലെങ്കിൽ ഈ വർഷം റെക്കോർഡ് ചെയ്തത് 6.5 GDP ഗ്രോത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നേറുകയാണ്. മറ്റൊരു രാജ്യം നോക്കുമ്പോൾ അത്രയും മുന്നേറ്റമില്ല. സോ ഇന്ത്യയാണ് കമ്പാരബിളി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? IMF, ഈ അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഇത്തരത്തിലുള്ള ഈ GDP മെഷർമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അംഗരാജ്യങ്ങളെ താരതമ്യം ചെയ്യാൻ എന്ത് വരുന്നുണ്ട്? GDP ഉപയോഗിക്കുന്നുണ്ട്. അപ്പം GDP എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഓക്കെ. അപ്പം GDP എന്ന് പറയുന്നത് എന്താണ്? എല്ലാ രാജ്യങ്ങളുടെയും സാധനങ്ങളുടെ അല്ല നല്ല നമ്മുടെ രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാ വാല്യൂവിൽ നിന്ന് നമുക്ക് ഇന്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? GDP കിട്ടുന്നത് മനസ്സിലാക്കുക. ഓക്കെ. അടുത്തൊരു ടൈമാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ആയിരിക്കും അത് GDP MB എന്ന് ചോദിക്കാറുണ്ട്. GDP MB അത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അത് മാർക്കറ്റ് വില അല്ലെ കമ്പോള വിലയിലുള്ള GDP എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. നമുക്കത് പറയാം. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കാം. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിച്ച അവസാന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി വിലയാണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, 50 രൂപയുടെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, 100 രൂപയുടെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു വർഷം നമ്മുടെ ഇന്ത്യ ടെറിട്ടറിക്കുള്ളില് ഒരു സാമ്പത്തിക വർഷം ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ വില MRP ഞാനൊന്ന് എഴുതിയേക്കാം. 50, 100, 350 ഇങ്ങനെ പോകും. ഇങ്ങനെ 3 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഈ 50 രൂപയുടെ സാധനം 49 രൂപയ്ക്കാണ് വിറ്റുപോയത്. അത് അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. 100 രൂപയുടെ സാധനം 90 രൂപയ്ക്ക്, 150 രൂപയുടെ സാധനം 149 രൂപയ്ക്ക്. ഓക്കെ. അപ്പം GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് പ്രൈസിലുള്ള GDP എല്ലാം ഈ മാർക്കറ്റ് പ്രൈസിലുള്ള വില എല്ലാം കൂടെ കൂട്ടി എത്ര വരുന്നോ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നത് ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട അവസാന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി വിലയാണ്. വിൽക്കപ്പെട്ടു പോയ വില. ഒരു സാധനം നമ്മള് MRP അല്ല പറയുന്നത്, ആ MRP അടിച്ചേക്കുന്ന വില എത്ര രൂപയ്ക്ക് വിറ്റുപോയി അതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് പ്രൈസ് എല്ലാം കൂടെ കൂട്ടി കിട്ടുമ്പോഴാണ് എന്ന് പറയുന്നത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പരോക്ഷ നിധികൾ ഉൾപ്പെടുന്നുണ്ട്, സബ്സിഡികൾ ഒഴിവാക്കുക. കാരണം ഇപ്പൊ 49 രൂപ വരെയുള്ള ഒരു സാധനത്തിന് സബ്സിഡി ഉണ്ടെങ്കിൽ, ഉദാഹരണം നിങ്ങൾ ആലോചിക്കുക, ഇപ്പം സബ്സിഡി ഇതിനകത്ത് പരോക്ഷ നികുതി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അത് ഞാൻ മുമ്പേ പറഞ്ഞു. MRP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് ആണ് അല്ലെ. ടാക്സ് ഉൾപ്പെടെയുള്ള പ്രൈസ് ആണ് 50 എന്ന് പറയുന്നത്. അപ്പൊ 49 രൂപയ്ക്ക് വിറ്റ് പോവുക എന്ന് പറയുമ്പോൾ തന്നെ അതിലും ടാക്സ് ഉണ്ട്. അത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ ടാക്സ് ഉണ്ട്. ഓക്കെ. ബട്ട് സബ്സിഡി ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം 50 രൂപ വിലയുള്ള ഒരു സാധനം നമ്മൾ വാങ്ങും, ഒരു 50 രൂപ വരെയുള്ള സാധനം വിറ്റ് പോകുന്നത്, ഇപ്പം സബ്സിഡി ഉണ്ട്. 10 രൂപ സബ്സിഡി കിട്ടുവാണെന്നുണ്ടെങ്കിൽ 40 രൂപയ്ക്കായിരിക്കും വിറ്റ് പോകുന്നത്. ഓക്കെ. 40 രൂപയായിരിക്കും അതിന്റെ ഒരു വിറ്റ് പോകുന്ന വില എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 40 രൂപയാണെന്ന് കരുതുക. അതിൽ സബ്സിഡി ഉണ്ടെങ്കിൽ ഈ പൈസ കിട്ടുന്നില്ല, പകരം ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സബ്സിഡി എന്ന് പറയുന്നത് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവും. ടാക്സ് എടുക്കുന്നുണ്ട്, സബ്സിഡി ഒഴിവാക്കപ്പെടുന്നുണ്ട്. ഇതാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കും പരീക്ഷയ്ക്ക് എന്താണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ആദ്യം മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് മാർക്ക് ചെയ്യാൻ പറ്റൂ. സോ ഒന്ന് മനസ്സിലാക്കി. ഓക്കെ. അടുത്ത മറ്റൊന്നാണ് ഘടക ചെലവിലെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അതായത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. GDP അറ്റ് FC ഫാക്ടർ കോസ്റ്റ്. അത് നമ്മൾ പറഞ്ഞു. എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞത്? സെല്ലിന്റെ ചെലവ് അല്ലെ. സെൽ എന്താണ്? ക്യാപിറ്റലിന് ചെലവായ പൈസ. E ഫോർ ഓണ്ടർപ്രണർഷിപ്പിന് ചെലവായ പൈസ. L ഫോർ ലേബറിന് ചെലവായ പൈസ. ആൻഡ് L ഫോർ ലാൻഡിന് ചെലവായ പൈസ. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്? നമുക്ക് നോക്കാം. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നത് ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകത്വം മുതലായവ വഴി സമ്പാദിച്ച മൊത്ത വരുമാന മൂല്യമാണ് എന്ന് പറയുന്നത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതായത് ഇതിൽ പരോക്ഷ നികുതികൾ ഉൾപ്പെടുന്നില്ല, സബ്സിഡികൾ ഉണ്ട്, അതുപോലെ തന്നെ
ഇത് രണ്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത്? ടാക്സ് ഇല്ല, കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സാധനത്തിന്റെ വില, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫാക്ടറി കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് അതിനകത്ത് തൊഴിലാളികൾക്ക് കൊടുത്ത് അതിനകത്ത് ഷെയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 രൂപയായിരിക്കും. അതുപോലെ തന്നെ ഭൂമിയുടെ റെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 രൂപയായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുന്നത്, ഈ അസംസ്കൃത വസ്തുക്കളുടെ പൈസ 10 രൂപയായിരിക്കും. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സാധനത്തിന് മൊത്തം 30 രൂപ ചെലവായി. 30 എന്ന് പറഞ്ഞതിന്റെ ഫാക്ടറി കോസ്റ്റാണ്. ഇതിനൊപ്പം ഈ ഫാക്ടറി കോസ്റ്റിനൊപ്പം ടാക്സും അതുപോലെ തന്നെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? MRP കിട്ടുന്നത്. അപ്പം MRPയിൽ ടാക്സ് ഉണ്ട്, പക്ഷെ ഫാക്ടറി കോസ്റ്റിനകത്ത് എന്തില്ല? ടാക്സ് ഇല്ല. കാരണം ഫാക്ടറി കോസ്റ്റിനോടൊപ്പം ടാക്സ് കൂടി ചേർത്തിട്ടാണ് MRP എടുക്കുന്നത്. GDP ആയിട്ട് ഫാക്ടറി കോസ്റ്റിനകത്ത് എന്തില്ല? ടാക്സ് ഇല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ സബ്സിഡികൾ ഉൾപ്പെടും. കാരണം നമ്മൾ അസംസ്കൃത വസ്തു നമ്മൾ മേടിക്കുമല്ലോ, സെല്ലിനകത്തിലെ നമ്മൾ അസംസ്കൃത വസ്തു എന്ന് പറയുമല്ലോ, അസംസ്കൃത വസ്തു വാങ്ങുമ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് അതിന് സബ്സിഡി കൊടുക്കാറുണ്ട്. ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ സബ്സിഡി കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫാക്ടറി കോസ്റ്റിനകത്ത് സബ്സിഡി ഉണ്ട്. ഇക്വേഷൻ നോക്കാം. GDP അറ്റ് ഫാക്ടറി കോസ്റ്റ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്ട് ടാക്സസ്. അതായത് നമുക്ക് GDP അറ്റ്, അതായത് നമ്മള് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ വിറ്റ വില, അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? GDP അറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നു. ഓക്കെ, ആ ഇക്വേഷൻ അത് മനസ്സിലാക്കുക. നിങ്ങൾ വായിച്ചിട്ട് ആ ഇക്വേഷൻ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഫോർമുല ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ ഉചിതം നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും. പകരം GDP മറ്റ് മാർക്കറ്റ് പ്രൈസ്, അപ്പം ആ സാധനത്തിന്റെ വില 49 രൂപയാണ്, 49 രൂപയ്ക്ക് വിറ്റു. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ടാക്സ് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നത്? നമ്മുടെ ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, ക്ലിയർ. ഇനി രണ്ട് കാര്യങ്ങളാണ്, റിയൽ GDP ആൻഡ് നോമിനൽ GDP. അതൊക്കെ റിയൽ GDP, നോമിനൽ GDP, അതായത് യഥാർത്ഥ GDP എന്നും പണാത്മക GDP എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള GDP ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? റിയൽ GDP, പണാത്മക GDP നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് റിയൽ GDP നോക്കാം, അല്ലെങ്കിൽ യഥാർത്ഥ GDP. യഥാർത്ഥ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൽ നിർമ്മിച്ച ചരക്കുകളും സേവനങ്ങളും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അടിസ്ഥാന വർഷത്തിലെ വില പ്രകാരം കണക്കാക്കുന്ന മൊത്തം ഉൽപാദന മൂല്യമാണ് എന്ന് പറയുന്നത് യഥാർത്ഥ GDP എന്ന് പറയുന്നത്. ഓക്കെ, യഥാർത്ഥ GDP എന്ന് പറയുന്നത് നമ്മൾ റിയൽ GDP എടുക്കുമ്പോൾ ഇപ്പൊ നമ്മള് 2026, 2025, 2026, ഓക്കെ, 2025, 2026 ആ സാമ്പത്തിക വർഷത്തെ റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വർഷത്തിൽ, ഓക്കെ, ആ കാലഘട്ടത്തില് നമ്മൾ ഒരു ബേസ് പ്രൈസ് ഇടും. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനും നമ്മൾ ബേസ് പ്രൈസ് ഇടും. അതായത് ഇൻഫ്ലേഷൻ ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റ് എടുത്താലും അത് നമ്മൾ കൃത്യമായിട്ടൊരു അടിസ്ഥാന വില നമ്മൾ നിശ്ചയിക്കും. ആ അടിസ്ഥാന വില വെച്ചിട്ട് ആ സാധനത്തിന് സേവനത്തിനും എത്ര രൂപയായെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് ഷർട്ട് എന്ന് പറയുന്നത് ഒരു ഫൈനൽ ഗുഡ് ആണല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഷർട്ടിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസ് ഒരുപാടുണ്ടല്ലോ, തുണിയുണ്ട്, നൂലുണ്ട്, ബട്ടൺസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കമ്പോണൻസ് ചേർന്നിട്ടാണ് നമ്മൾ ഷർട്ട് നിർമ്മിക്കുന്നത്. അപ്പം ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക്, ആ വസ്തുക്കൾക്ക് ഒരു അടിസ്ഥാന വില നിശ്ചയിക്കും, ഒരു ബേസ് പ്രൈസ് തീരുമാനിക്കും. ആ ബേസ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ ഷർട്ടിന്റെ വില കിട്ടും. ഇങ്ങനെ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ന് പറയുന്നത് യഥാർത്ഥ GDP അല്ലെങ്കിൽ റിയൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇത് വില വളർച്ചയെ, അതായത് പെരുപ്പം ഒഴിവാക്കി ഉൽപാദനത്തിലുള്ള യഥാർത്ഥ വളർച്ചയെ കാണിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ബേസ് പ്രൈസ് ഇത്രയായിരുന്നു, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് എത്രത്തോളം GDP-യിൽ വളർച്ച ഉണ്ടായി, അതൊരു റിയൽ വളർച്ച എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ GDP വർദ്ധിച്ചെങ്കിലും അതിനാൽ വില വർദ്ധിച്ചോ ഉൽപാദനം വർദ്ധിച്ചോ എന്ന് ഉറപ്പാക്കാൻ യഥാർത്ഥ GDP ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ GDP കൂട്ടി എന്ന് പറഞ്ഞാൽ ശരി, നമ്മളുടെ റിയൽ GDP വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എത്രത്തോളം നമുക്ക് വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് റിയൽ GDP എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബേസ് പ്രൈസ് വെക്കും, ആ ബേസ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാം. അപ്പൊ ബേസ് പ്രൈസ് സാധാരണ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2026, 25 മാത്രം, ചിലപ്പോൾ 5 വർഷത്തേക്കുള്ള GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബേസ് പ്രൈസ് ആയിരിക്കും വെക്കുന്നത്. പിന്നെ ഇൻഫ്ലേഷൻ വരുമ്പോൾ എന്ത് മാറ്റം വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണാത്മക GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച
മൊത്തം ചരക്കുകളും സേവനങ്ങളും ആ കാലയളവിലെ നിലവിലെ വില പ്രകാരം കണക്കാക്കുന്നതാണ് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം റിയൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ജി ഡി പി അതുപോലെ നോമിനൽ ജി ഡി പി രണ്ടും നമുക്ക് നോക്കാം. റിയൽ ജി ഡി പി എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് അടുത്ത ഒരു 5 വർഷത്തേക്ക് സാധനങ്ങളുടെ സേവനങ്ങളുടെ വില ഇത്ര ആയിരിക്കും. നമ്മൾ ഒരു ബേസ് പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ എന്ത് വില വേണം വെക്കാൻ പറ്റും. ഓക്കെ, ഒരു ബേസ് പ്രൈസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ നമ്മള് ഒരു ഷർട്ടിന്റെ വില റിയൽ ജി ഡി പി നമ്മൾ ഒരു അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു ആവറേജ് ഒരു ഷർട്ടിന്റെ വില എന്ന് പറയുന്നത് 1000 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും വിചാരിക്കുക. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്ത വില അതാണ് റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം അതിപ്പോ 2025 മുതൽ 2030 വരെയുള്ള കാലയളവാണെന്ന് വിചാരിക്കാം. ആ സമയത്തുള്ള ബേസ് പ്രൈസ് 1000 രൂപയാണ് ഷർട്ടിന്റെ നമ്മൾ വെക്കുന്നത്, ബേസ് പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇതിനിടയ്ക്ക് ചിലപ്പോ 2025 മുതൽ 30 വരെയാണ് നമ്മൾ എടുത്തത്. 2028 ആയപ്പോഴത്തേക്ക് അതിന്റെ ആ സമയത്ത് ആ ഷർട്ടിന്റെ വില എന്ന് പറയുന്നത് 1500 ആണെന്ന് വിചാരിക്കുക. അതായത് വില വർദ്ധിച്ചു. ഓക്കെ, അങ്ങനെ ആ സമയത്തുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വെച്ചുകൊണ്ട് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നോമിനൽ ജി ഡി പി അല്ലെങ്കിൽ പണാത്മക ജി ഡി പി എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച മൊത്തം ചരക്കുകളും സേവനങ്ങളും ആ കാലയളവിലെ നിലവിലെ വില പ്രകാരം ആ കാലയളവ് 2028 എത്രയാണോ സാധനത്തിന്റെ വില അത് വെച്ച് നമ്മൾ ജി ഡി പി കണക്കാക്കുന്നു. അതാണ് നോമിനൽ ജി ഡി പി. ബേസ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ 1500-ഉം 1000 തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്ത് ചെയ്തു, ഇൻഫ്ലേഷൻ വന്നു പറയാൻ പറ്റും. ഓക്കെ, ഇത് പെരുപ്പം അല്ലെങ്കിൽ വിലവർധന ഉൾപ്പെടെയുള്ള മൂല്യവിനിമയത്തിലെ മാറ്റങ്ങൾ ഉൾപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോഴത് യഥാർത്ഥ ഉൽപാദനത്തിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ വിലകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ജി ഡി പി ഉയർന്നതായി നമുക്ക് തോന്നാം. ഓക്കെ, ചിലപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയേ, നോമിനൽ ജി ഡി പി 1500 എത്തി, റിയൽ ജി ഡി പി 1000 നിൽക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ജി ഡി പി വർദ്ധിച്ചു, പക്ഷെ ഉൽപാദനം എല്ലാം വർദ്ധിച്ചോ? ഇല്ല. അങ്ങനെ നമുക്ക് തോന്നാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് പണാത്മക ജി ഡി പി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠന വിധേയമായിട്ട് എടുക്കാറുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജി ഡി പി ഡീഫ്ലേറ്റർ എടുക്കുന്നത്. അതായത് എത്ര പണം, അതായത് ഒരു സാധനത്തിന്റെ സേവനത്തിന്റെ വില എത്ര വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പണാത്മക ജി ഡി പി എന്ന് പറയുന്നതും അതുപോലെ റിയൽ ജി ഡി പി എന്ന് പറയുന്ന 2 ഫാക്ടർ എടുക്കാറുണ്ട്. 1500 രൂപയിൽ അല്ലെങ്കിൽ 1000 രൂപയിൽ എത്ര രൂപ വർദ്ധിച്ചു അതിന്റെ ഒരു പെർസെന്റേജ് എടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും സാധനങ്ങളുടെ സേവനങ്ങളുടെ വില വർദ്ധിച്ചു എന്ന് പറയാനും നമ്മൾ ഈ 2 കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. പണാത്മക ജി ഡി പി അതുപോലെ തന്നെ നോമിനൽ ജി ഡി പി ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ആദ്യം ജി ഡി പിയെ കുറിച്ച് നമ്മൾ ഒരു കോട്ട് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ദേശീയ വരുമാനം എന്താണെന്ന് മനസ്സിലാക്കി. ദേശീയ വരുമാനത്തിനകത്ത് ഒരുപാട് ഫാക്ടർ ഉണ്ട്. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ജി ഡി പി, എൻ ഡി പി, ജി എൻ പി, എൻ എൻ പി, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഫൈനൽ ഗുഡിന്റെ വിലയാണ് നമ്മൾ ജി ഡി പിയിൽ എപ്പോഴും എടുക്കുന്നത്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ഗുഡിന്റെ വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ. ഫൈനൽ ഗുഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഇന്റർമീഡിയറ്ററി ഗുഡ് എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ വരുമാനം ഉപയോഗിക്കുന്നത്, നാഷണൽ വരുമാനം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു നമ്മൾ പഠിച്ചു അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കാൻ, സാമ്പത്തികമായിട്ട് രാജ്യം എത്ര മുന്നേറി എന്ന് സൂചിപ്പിക്കാൻ ഒക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്, നാഷണൽ ഇൻകം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എന്താണ് ഇതിനകത്ത് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേമുകളുണ്ട്. ഭൂപ്രദേശം, സാമ്പത്തിക പ്രദേശം, രാഷ്ട്രീയ പ്രദേശം അല്ലെ. ഇതൊക്കെ ഏതൊക്കെയാണ് സാമ്പത്തിക പ്രദേശത്തിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണ് സാമ്പത്തിക പ്രദേശത്തിൽ ഉൾപ്പെടാത്തത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഘടക ചെലവ്, അതായത് ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു. വിപണി വില, മാർക്കറ്റ് പ്രൈസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു ബേസിക് ടേംസ്. പിന്നെ നമ്മൾ ഒന്നാമത്തെ നാഷണൽ ഇൻകം ആണ് എന്നു പറയുന്നത് ജി ഡി പി അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയാണ് നമ്മൾ നോക്കിയത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം.